ഇറ്റാമന്റെ കൈത്തൊട്ടൽ തേങ്ങയിലും ചിരട്ടയിലും വിരിയാത്ത വസ്തുക്കളില്ല. ഗാന്ധിജി മുതൽ മോദി വരെ ഒറിജിനലിനെ വെല്ലുന്ന പഴക്കുല. അങ്ങനെ എന്തു മനോഹര ശില്പങ്ങളാകും. ശില്പകലയോ ചിത്രം വരെയോ ശാസ്ത്രീയമായി പഠിക്കാതെയാണ് ഇറ്റാമൻ വലിയോറ എന്ന കലാകാരൻ ഇതെല്ലാം മെനഞ്ഞെടുക്കുന്നത്. തേങ്ങയിൽ മാത്രം കൊത്തിയെടുത്ത ശില്പങ്ങളും തെങ്ങിൻ മടലും ചകിരിയും ഉപയോഗിച്ച് തീർത്ത പഴക്കുലയുമൊക്കെയാണ് ഇറ്റാമന്റെ തെങ്ങ് മ്യൂസിയത്തെ വേറിട്ടതാക്കുന്നത്. അതെ, നിങ്ങൾ തേങ്ങ കണ്ടിട്ടുണ്ടോ? തേങ്ങ ഈ നാട്ടിൽ ആരാ കാണാത്തതെന്നായിരിക്കും ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇതങ്ങനെ ഒരു തേങ്ങയല്ല. തേങ്ങ കൊണ്ടുള്ള ഒരു മായാലോകം, അതായത് തെങ്ങിൻ്റെ മ്യൂസിയം. തെങ്ങും തേങ്ങയും അതിൻ്റെ അനുബന്ധ വസ്തുക്കളും ഉപയോഗിച്ച് പാഴ്വസ്തുക്കളിൽ നിന്ന് ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുള്ള ഒരാളുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോഴുള്ളത് വേങ്ങര വലിയോറ അടക്കാപ്പുരയിലാണ്. അവിടെ ഇറ്റാമൻ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനുണ്ട്. സത്യം പറയാം, കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അമ്പരക്കും, അത്ഭുതപ്പെടും, ഞെട്ടും, ഉറപ്പാണ്. ഞങ്ങൾ ഇറ്റാമൻ ചേട്ടൻ്റെ ആ തെങ്ങ് മ്യൂസിയം കാണാൻ പോവുകയാണ്. കാണാനിപ്പോൾ ഒരു ചെറിയ കൗതുകവും ആകാംക്ഷയൊക്കെ വരുന്നില്ലേ? എന്നാൽ കൂടെ പോര്, ഞങ്ങൾ പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇറ്റാമൻ ചേട്ടൻ. ഇറ്റാമൻ നമ്മുടെ വേങ്ങര വലിയോറ അടക്കാപ്പുരയിലുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം പുതിയ എന്തോ വസ്തു തയ്യാറാക്കാനുള്ളൊരു പരിശീലനത്തിലാണ്. അതിൻ്റെ ഒരു പരിപാടിയിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നമ്മളിതാ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, മഹാത്മാഗാന്ധി ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ട്, മൻമോഹൻ സിംഗ്, നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ മാൻ ഉണ്ട്. അങ്ങനെ ഇതാ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത, EMS, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇതാ കണ്ടില്ലേ, കുറേ പഴക്കൊലകളൊക്കെ. നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പഴം ഉരിഞ്ഞെടുത്ത് കഴിക്കാൻ തോന്നും. അമ്മാതിരി ഓരോ പഴക്കൊലകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ താഴെ കുറേ കരകൗശല വസ്തുക്കളുണ്ട്. ഒരു പൂച്ചയുണ്ട്, ഒരു കോഴിയുണ്ട്, കൊക്കുണ്ട്, മീനുണ്ട്, തത്തയുണ്ട്. അങ്ങനെ നമ്മളൊക്കെ എന്താ പറയുക, ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടോ. തേങ്ങയും തെങ്ങിൻ്റെ പാഴ്വസ്തുക്കളും ഉപയോഗിച്ച് വലിയൊരു മായാലോകം തന്നെ തീർത്തിട്ടുണ്ട് ഇറ്റാമൻ വലിയോറ എന്ന ശില്പി. ഇറ്റാമൻ്റെ തെങ്ങ് മ്യൂസിയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വേങ്ങരയ്ക്കടുത്ത് വലിയോറയിലെത്തിയ ഞങ്ങളെ വരവേറ്റത് ഒരു മായിക ലോകമായിരുന്നു. പറഞ്ഞും കേട്ടുമറിഞ്ഞതിനേക്കാൾ വലിയൊരു സത്യമായിരുന്നു ഇറ്റാമന്റെ മ്യൂസിയം. ശില്പങ്ങൾ, കരകൗശല വസ്തുക്കൾ, മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങളും പക്ഷികളും, അങ്ങനെ നിരവധി വസ്തുക്കളുണ്ട് ഇറ്റാമന്റെ ഈ തെങ്ങ് മ്യൂസിയത്തിൽ. തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു ഇറ്റാമൻ. 2 പതിറ്റാണ്ട് മുൻപ് തേങ്ങയിടുന്ന സമയം പക്ഷിയുടെ മാതൃകയിലുള്ള ഒരു തേങ്ങ കയ്യിൽ കിട്ടിയതാണ് ഇറ്റാമന്റെ തലവര മാറ്റിക്കുറിച്ചത്. തേങ്ങയുടെ രൂപത്തിൽ കൗതുകം തോന്നിയ ഇറ്റാമൻ തേങ്ങ വെട്ടുന്ന കത്തി കൊണ്ട് തന്നെ അത് ചെത്തി മിനുക്കിയപ്പോൾ ലക്ഷണമൊത്ത ഒരു പക്ഷിരൂപമായി മാറി. പിന്നെ നടന്നത് ചരിത്രം. ഇത് കളിച്ചു വരുന്ന പോളയാണ്. തേങ്ങൻ്റെ മേലുണ്ടാണ്. തേങ്ങ വലിച്ചു വരുമ്പോഴാണ് ആ പോള. അത് കട്ട് ചെയ്തിട്ട് സൈസ് കളർ ചെയ്ത് സൈസാക്കാം. അതേപോലെ തന്നെ ഇത് ചകിരിയാണ്. ഇത് തേങ്ങയാണ്. ഈ അടിയിലല്ലേ ഇത് തേങ്ങ അങ്ങനെ ആക്കിയതാ. അതേപോലെ തന്നെ ഇതൊക്കെ തെങ്ങിൻ്റെ തൊപ്പിയാണിത്. ആ തേങ്ങമ്മലുണ്ടാണ്. അത് അങ്ങനെ കളർ ചെയ്ത് ഇങ്ങനെ ആക്കാം. ഇതാണ് ആ പിന്നെ തേങ്ങ ചെറിയ വലിച്ചു വരുന്ന ചെറിയ ഇതായി വരികയാണിത്. അപ്പോൾ അതാണിത്. അതും ആ തേങ്ങയിലാണ് നിൽക്കേണ്ടത്. ഏത് തേങ്ങയാണത്? അടിയിലല്ലേ, ആ തേങ്ങയിൽ വെച്ചാണ്. അത് ചകിരിയാണ്. മറ്റേ പതിയെ പതിയെ ഇറ്റാമൻ തേങ്ങയും ചകിരിയും തെങ്ങിന്റെ പാഴ്വസ്തുക്കളും ഉപയോഗിച്ച് പല വസ്തുക്കളും ചെത്തിയെടുക്കാൻ തുടങ്ങി. കത്തി മാത്രം ഉപയോഗിച്ചാണ് ഇറ്റാമന്റെ കരവിരുത്. എന്നാൽ ശാസ്ത്രീയമായി ഇറ്റാമൻ ശില്പകലയോ ചിത്രം വരെയോ പഠിച്ചിട്ടില്ലെന്നത് മറ്റൊരു വസ്തുത. ഗാന്ധിജി, നെഹ്റു, APJ അബ്ദുൽ കലാം ആസാദ്, മൻമോഹൻ സിംഗ്, ജയലളിത, നരേന്ദ്രമോദി, EMS, സൗദി രാജാവ്, ഒമാൻ സുൽത്താൻ, UAE പ്രധാനമന്ത്രി, നെൽസൺ മണ്ടേല തുടങ്ങിയവരെല്ലാം ഇറ്റാമന്റെ കരവിരുതിൽ വിരിഞ്ഞിട്ടുണ്ട്.
ആവശ്യക്കാർ അന്വേഷിച്ചു വന്നാൽ കരകൗശല വസ്തുക്കൾ പണത്തിനു വിൽക്കാനും ഇറ്റാമൻ തയ്യാറാണ്. ചിലർ പഴക്കുല നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടാറുമുണ്ട്. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് ഇറ്റാമൻ്റെ കുടുംബം. അങ്ങനെ നമ്മളിങ്ങനെ വന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാമൻ വലിയോറയുടെ തെങ്ങ് മ്യൂസിയം എന്ന് നമ്മളിതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, അതാണ് ഇറ്റാമൻ വലിയോറയുടെ തെങ്ങ് മ്യൂസിയം. ഞങ്ങളും ഇതിങ്ങനെ കേട്ട് പരിചയിച്ച് വരുമ്പോൾ, ഇറ്റാമനെ കാണാൻ വേണ്ടി വരുമ്പോൾ ഇത്രയും വലിയൊരു സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മളും വിചാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള കലാവിരുതാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായത്. എന്തായാലും ഇറ്റാമൻ ചേട്ടൻ ഒരു വലിയ കലാകാരനാണ്. ഇറ്റാമൻ ഒരു വലിയ കലാകാരനാണ്. ആരും പഠിപ്പിച്ചു കൊടുക്കാതെ സ്വന്തമായിട്ട് കഴിവ് ആർജിച്ചെടുത്ത് ചെയ്തിട്ടുള്ള ഓരോ വസ്തുക്കളാണിത്. ക്യാമറമാൻ വൈഷ്ണവിനൊപ്പം MP ജംഷീർ, കേരള വിഷൻ.